കറുപ്പ് വെളുപ്പിൻ്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രിട്ടീഷ് യാത്രയ്ക്കിടെ ഖാലിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബ്രിട്ടീഷ് അധികൃതരുമായി ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. രാജ്യസഭയിലേക്ക് പുതിയ അധ്യക്ഷനെ ഈ സെഷനിൽ തിരഞ്ഞെടുക്കാൻ ഉള്ള സാധ്യത വിരളമാണ്. പുതിയ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന് ഏകദേശം 30 ദിവസത്തെ സമയസാവകാശം ആവശ്യമുള്ളതിനാലാണിത്. പുതുതായി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ പേരും മനോജ് സിൻഹയുടെ പേരും VK സക്സേനയുടെ പേരും ഉണ്ടെങ്കിലും അടുത്തിടെ നടക്കാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിതീഷ് കുമാറിനാണ് കൂടുതൽ സാധ്യത. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചു എന്നുള്ള ട്രംപിൻ്റെ അവകാശവാദം 25ാം തവണയും തുടരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അമേരിക്ക 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന ട്രംപിൻ്റെ ജൽപ്പനം ഒരു യുദ്ധ തമാശയായി തന്നെ തുടരുന്നു. ബ്രിട്ടൻ്റെ F-35B യുദ്ധവിമാനം ഇന്ത്യ വിട്ടുപോയിട്ടും ഇന്ത്യൻ എയർഫോഴ്സ് ഇതുവരെ ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഞങ്ങൾ ആ വിമാനം കണ്ടെത്തി എന്ന ആദ്യ പ്രതികരണത്തിന് ശേഷം ഭാരതീയ വ്യോമസേന ഈ സംഭവത്തെപ്പറ്റി വിശദീകരിക്കുന്നത് രാജ്യം ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. 2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ 12 പ്രതികളെ വെറുതെ വിട്ടതിൽ മഹാരാഷ്ട്ര ഗവൺമെന്റ് സുപ്രീം കോടതിയെ സ്റ്റേയുമായിട്ട് സമീപിച്ചിരിക്കുകയാണ്. 103 രാജ്യങ്ങളിൽ മുൻകൂർ വിസയില്ലാതെ സഞ്ചരിക്കാമെന്നുള്ള രാജ്യം എന്ന നിലയ്ക്ക് സിംഗപ്പൂർ ലോകത്ത് 1ാം സ്ഥാനത്താണ്. 190 രാജ്യങ്ങളുമായി ജപ്പാനും ദക്ഷിണ കൊറിയയും 2ാം സ്ഥാനത്തുണ്ട്. നേരത്തെ 1ാം സ്ഥാനങ്ങളിലുണ്ടായിരുന്ന അമേരിക്ക 10ാം സ്ഥാനത്തേക്കും ബ്രിട്ടൻ 5ാം സ്ഥാനത്തേക്കും മാറി. ഭാരതീയർക്ക് 59 രാജ്യങ്ങളിൽ മുൻകൂർ വിസയില്ലാതെ യാത്ര ചെയ്യാം. ബാംഗ്ലൂരിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുകയായിരുന്ന 26 സ്ത്രീകളെ ജൽപായ്ഗുരിയിൽ വെച്ച് റെയിൽവേ പോലീസ് മോചിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെ RPF അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ കൊച്ചിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന ശേഖർ കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 6 മണിക്കൂറോളം നീണ്ടു അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ. വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു. അനധികൃത മതപരിവർത്തനം ആരോപിച്ച് മലയാളിയായ വിജയകുമാറിനെ UP പോലീസ് അറസ്റ്റ് ചെയ്തു. വിന്ധ്യാചൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായിരുന്നു ഈ അറസ്റ്റ് ഉണ്ടായത്.